ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. അതുല്യമഹൽ സ്നേഹം എത്ര മനോഹരമേ അതു രുചിച്ചറിഞ്ഞിടുവാൻ ഞാനേറെ വൈകിപ്പോൾ വ്യക്തമായി കാലമെല്ലാം അതു രുചിച്ചറിഞ്ഞിടുവാൻ ഞാനേറെ വൈകിപ്പോൾ വ്യക്തമായി അതുല്യമഹൽ സ്നേഹം എത്ര മനോഹരമേ അതു രുചിച്ചറിഞ്ഞിടുവാൻ ഞാനേറെ വൈകിപ്പോൾ വ്യക്തമായി കാലമെല്ലാം. സിംഹാസനെ കണ്ണുകളുയർത്തുവാൻ ഞാനൊട്ടും യോഗ്യനല്ലേ അന്ന് ലോകത്തെ സ്നേഹിച്ചു ദൈവസ്വരം തള്ളി ദോഷത്തിലായി പോയി അന്ന് ലോകത്തെ സ്നേഹിച്ചു ദൈവസ്വരം തള്ളി ദോഷത്തിലായി പോയി
ദയാം അതുല്യമഹൽ സ്നേഹം എത്ര മനോഹരമേ. അതു രുചിച്ചറിഞ്ഞിടുവാൻ ഞാനേറെ വൈകിപ്പോൾ വ്യക്തമായി കാലമെല്ലാം. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരുമായ വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൻ്റെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന ഇസ്രായേൽ ജനം യാത്ര തുടങ്ങിയതേ ഉള്ളൂ. സീനായി മലയുടെ താഴ്വരയിൽ അവർ വളയമടിച്ചിരിക്കുമ്പോൾ ദൈവം മോശയെ സീനായി പർവ്വതത്തിലേക്ക് വിളിച്ചു. ആ ജനത്തിന് ചട്ടങ്ങളും നിയമങ്ങളും കൊടുക്കുകയാണ്. മിസ്രയീമിൽ പാർത്തിരുന്ന പ്രാകൃതരായ മനുഷ്യർക്ക് ദൈവം നിയമങ്ങൾ കൊടുക്കുകയാണ്, കൽപ്പനകൾ കൊടുക്കുകയാണ്. അത് അത്യാവശ്യമായൊരു കാര്യമായതുകൊണ്ടാണ് ദൈവം അത് ചെയ്യുന്നത്. ദൈവജനമേ, ദൈവവചനം വിശ്വാസിയുടെ നിലനിൽപ്പിനാണ് വേണ്ടത്. ആ ജനം ഇസ്രായേലിൽ നിന്ന് പോരുമ്പോൾ അവർ പ്രാകൃത മനുഷ്യരാണ് നമുക്കറിയാം. ആരാണ് പ്രാകൃത മനുഷ്യൻ? ആ പ്രാകൃത മനുഷ്യനെയാണ് നിത്യനായ ദൈവം. നമുക്കറിയാമല്ലോ, അവനെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് മുൻപായി പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി യഹോവയായ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആ ജനം പ്രാകൃത മനുഷ്യരാണ്, എന്നിട്ടും ദൈവം അവരെ സ്നേഹിച്ചു. വാഗ്ദത്ത കനാലിലേക്ക് അവരെ നടത്തിക്കൊണ്ട് പോകുന്നത് അത്ഭുതകരമായ കാഴ്ച നാം കാണുന്നു. ഈ തലമുറയിലും പാപത്തെ രസിച്ചും പാപം ചെയ്തും പാപത്തിൻ്റെ മട്ടുകുറ്റി കുടിച്ചും ജീവിക്കുന്ന മനുഷ്യ, സ്നേഹവാനായ ദൈവം ദീർഘക്ഷമയോടെ നിന്റെ സകല പാപങ്ങളും കണ്ടിട്ട് നിന്നെ പിന്നെയും വഴി നടത്തുകയാണ്, വചനം തരികയാണ്. പ്രാകൃത മനുഷ്യൻ എങ്ങനെയുള്ളവനാണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പ്രാകൃത മനുഷ്യനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചുകളയുകയും ചെയ്തു. പ്രാകൃത മനുഷ്യൻ അവൻ എങ്ങനെയുള്ളവനാണ്? കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാറ്. ഹൃദയം കഠിനപ്പെട്ട് ചെവി മന്ദമായി കണ്ണടച്ച് കളയുന്നവർ. സത്യം കണ്ടിട്ടും കാണാത്തവരെ പോലെ കണ്ണടച്ച് കളയുന്നവർ. ഒരു ദൈവം കൂടെ നടന്നിട്ടും ദൈവ ഭയമില്ലാതെ ജീവിക്കുന്നവർ. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരോടുകൂടെ നടന്നിട്ടും ആ ദൈവത്തെ ഭയപ്പെടാത്ത ഒരു ജനത്തെ നാം അവിടെ കാണുകയാണ്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഗാഢനിദ്രയാൽ കണ്ണടഞ്ഞുപോയവൻ, പ്രാകൃത മനുഷ്യൻ ധാരാളമുണ്ട് ഇന്നും. കർത്താവിൻ്റെ 2ാമത്തെ വരവ് ആസന്നമായിരിക്കുന്നത് തിരിച്ചറിഞ്ഞിട്ടും അതൊന്നും അറിയാത്തവരെ പോലെ ഗാഢനിദ്രയിലായിരിക്കുന്നവർ, ഉറങ്ങിക്കിടക്കുന്നവർ. യിരെമ്യാ പ്രവാചകൻ പറയും 4-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ അറിയാതെ വകതിരിവും വിവേകബുദ്ധിയുമില്ലാതെ നന്മ ചെയ്യാറ് ദോഷം ചെയ്യുവാൻ സമർത്ഥരായ ഭോഷന്മാർ. ദൈവജനത്തെക്കുറിച്ചാണ് പറയുന്നത്, ലോകമനുഷ്യനെക്കുറിച്ചല്ല. ഇന്നത്തെ ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. ദൈവത്തെ അറിയാറ് വകതിരിവും വിവേകവും ഇല്ലാതെ നന്മ ചെയ്യാറ് ദോഷം ചെയ്യാൻ സമർത്ഥരായ ഭോഷന്മാരാണ് അവർ. ദൈവം ഇതിൽ നിൻ്റെ കാര്യമാണോ? നിൻ്റെ വിശേഷമാണോ ഇത്? നിന്നെക്കുറിച്ച് ദൈവം പറയുന്ന കാര്യമാണോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 9-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: സത്യം നിലനിർത്താറ് വ്യാജത്തിനായി നാവ് വില്ലുപോലെ കുലച്ച് ദൈവത്തെ അറിയാറ് ദോഷത്തിൽ നിന്ന് ദോഷത്തിലേക്ക് നീങ്ങുന്നവർ.
ദൈവജനമേ, ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഒരു മകൾ അപ്പനെതിരെ കേസ് കൊടുത്തു. ഞാൻ എൻ്റെ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് ഞാൻ ആ മോളോട് ചോദിച്ചു, മോള്, നിന്റെ പിതാവല്ലേ, നിന്നെ ജനിപ്പിച്ച നിന്റെ അപ്പനല്ലേ, ക്ഷമിച്ചുകൂടെ? ആ മകൾ പറഞ്ഞ മറുപടി എന്നാണെന്നറിയാമോ? ഇല്ല, ഞാൻ എൻ്റെ അപ്പനായിട്ട് ആളെ കരുതുന്നില്ല, ഞാൻ ക്ഷമിക്കുകയില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചിട്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്ത്യാനി, നീ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാറുണ്ടോ? നിന്റെ കടക്കാരോട് നീ അങ്ങോട്ട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിന്നോടാരെങ്കിലും കടംപെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചിട്ട് വേണം നീ പിതാവാലയത്തോട് പ്രാർത്ഥിക്കാനെന്നാണ് പറഞ്ഞത്. എത്ര ക്രിസ്ത്യാനി ഉണ്ടിന്ന്? ഒന്ന് ശാന്തമായി ചിന്തിക്കുമോ എൻ്റെ പ്രിയപ്പെട്ടവർ? നമുക്ക് തിരുത്താനില്ലേ? സ്തോത്രം. ഞാനവരോട് ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നവർ ഇന്നുമില്ലേ? വൈരാഗ്യത്തോടെ കടന്നു പോകുന്നവരില്ലേ? നിരപ്പാകാതെ കടന്നു പോകുന്നവരില്ലേ? മനുഷ്യരോട് നിരപ്പായിട്ട് വേണ്ട ദൈവത്തോട് നിരപ്പാകാൻ. പ്രാകൃത മനുഷ്യരുടെ പട്ടികയിലാണ് ഇത് വരുന്നത്. നമുക്ക് വീണ്ടും വായിക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. മത്തായി 6:23. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഉണ്ടായിരുന്ന വെളിച്ചം കെടുത്തി കൂരിരുട്ടിൽ കഴിയുന്നവരാണ് ഇന്നത്തെ ക്രിസ്ത്യാനി. വെളിച്ചം കെട്ടിയവരാണ്. മാമോദിസ തൊട്ടയിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ മുദ്ര കിട്ടിയവരാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജയകരമായ ശ്രീഭായാൽ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചതാണ്. അഭിഷേകം പ്രാപിച്ചതാണ്. പക്ഷേ ഇന്നത്തെ സ്ഥിതിയോ? ഉണ്ടായിരുന്ന വെളിച്ചം കെടുത്തി കൂരിരുട്ടിൽ കഴിയുകയാണ്. തിരിച്ചറിയാതെ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥിതി എന്ന് മാറണ്ടേ? നാം എവിടെ ഇത് അനുഭവിക്കണ്ടേ? മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം കണ്ടിട്ടും അറിയാതെയും കേട്ടിട്ടും ഗ്രഹിക്കാതെയും ഇരിക്കുന്നവർ എന്തെല്ലാം കണ്ടാലും കണ്ടില്ല എന്നടിക്കും, എന്തെല്ലാം കേട്ടാലും കേട്ടില്ല എന്നടിക്കും. അഭിനയ ജീവിതം, പ്രാകൃത ജീവിതം പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേശ്യയുടെ പ്രവൃത്തി ചെയ്തിട്ട് അവൾ തിന്നിട്ട് കൃതടച്ചു പറയും, ഞാനൊന്നും തിന്നില്ല. എൻ്റെ ദൈവജനമേ, എല്ലാം കാണുന്നൊരു ദൈവമില്ലേ നമുക്ക്? അവൻ്റെ മുൻപിൽ നാം എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. ദൈവത്തെ കാണുകയോ അറിയുകയോ ചെയ്യാറ് സത്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാത്തവരാണ് ഈ ലോകമനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ. അവൻ ദൈവത്തെ കാണുന്നില്ല, അറിയുന്നില്ല, സത്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുന്നുമില്ല. ദൈവമായി യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുന്നവർ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഇപ്രകാരം പറയും. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സത്യവെളിച്ചം ലോകത്തിൽ വന്നിട്ടും അത് അറിയുകയോ പ്രാപിക്കുകയോ ചെയ്യാത്തവരായി എന്ന് ക്രിസ്ത്യാനി തീർന്നിരിക്കുന്നു. അന്ന് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട്, വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ട്, സത്യവെളിച്ചം ലോകത്തിൽ വന്നിട്ട് അവർ അറിയുകയോ പ്രാപിക്കുകയോ ചെയ്യാത്തവരായി എന്നത്തെ ഇസ്രായേൽ ജനം തീർന്നു. നാം വളരെ വ്യക്തമായി വേദോസ്തലത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് അവസ്ഥ? കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാറ് കണ്ണ് കുരുടാക്കി ഹൃദയം കഠിനമാക്കിയവരായി അവർ ജീവിക്കുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനി അത് തന്നെയല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
എല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്തവരെ പോലെ, ലോകത്തിൻ്റെ ഗതിവിഗതികളെല്ലാം ശ്രദ്ധിച്ചിട്ടും ഒന്നും തിരിച്ചറിയാത്തവരെ പോലെ, കുരുടരെ പോലെ ഹൃദയം കഠിനമാക്കി ജീവിക്കുന്ന ക്രിസ്ത്യാനികളല്ലേ ഇന്ന്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദൈവത്തെ അറിയാത്തവരും യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരും വിശ്വാസികളെയും യേശുക്രിസ്തുവിനെയും വെറുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരായി ഇന്നത്തെ ക്രിസ്ത്യാനികൾ തീർന്നിരിക്കുന്നു. ഭയാനകമായ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് തിരുത്താൻ സമയമായോ പ്രിയപ്പെട്ടവരെ? യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. പിതാവിനെയും പിതാവ് അയച്ച പുത്രനെയും അറിയാത്തവരായി ഇന്നത്തെ ക്രിസ്ത്യാനി തീർന്നിരിക്കുന്നു. വിശ്വാസികളെ പള്ളിഭ്രഷ്ടരാക്കുകയും അവരെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാടർപ്പിക്കുന്നു എന്ന് കരുതുകയും ചെയ്യുന്നവരായി ഇന്ന് തീർന്നിരിക്കുന്നു. നേരെ വിപരീതമായ ജീവിതം, ദൈവം ആഗ്രഹിക്കുന്നതിനെതിരായ ജീവിതം, അത് തിരിച്ചറിയാതെ ജീവിക്കുന്ന ജനം, കഠിനഹൃദയരായി ജീവിക്കുന്ന ജനം, പാപബോധമില്ലാത്ത ജനം, ആത്മാവിന് തൊടുവാനോ സ്പർശിക്കുവാനോ പാവബോധം കൊടുക്കുവാനോ കഴിയാത്ത ജനമായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനം ആശയ്ക്ക് വകയുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും: നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവരും ക്രിസ്തു തലയല്ലാത്തവരുമായി തീർന്നിരിക്കുന്നു. ദൈവവുമായി ബന്ധമില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ആത്മാവിന് ഇടം കൊടുക്കാത്തവരായി നിൽക്കുന്നു. ആത്മാവിന് ഹൃദയത്തോട് ഇടപെടുവാൻ നിർവാഹമില്ലാത്തവരെ പോലെ കഴിയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയും: ക്രൂശിൻ്റെ വചനം ഭോഷത്വമായവർ. ആർക്കാണ്? നശിക്കുന്നവർക്ക്, പ്രാകൃത മനുഷ്യർക്ക്. ക്രൂശിൻ്റെ വചനം ഭോഷത്വമാണെന്ന് അവർക്ക് തോന്നുന്നു. എന്തൊരു വൈപരീത്യം, എന്തൊരു ഭയാനകമായ അവസ്ഥ, തിരിച്ചറിയാത്ത അവസ്ഥ, ഹൃദയ കാഠിന്യം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ കാണാം: യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും അവിടെ ഹൃദയത്തിൻ്റെ പലകമേലും യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലുമേലും കൊത്തിയിരിക്കുന്നു. ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതുവാൻ തക്കവണ്ണം ഹൃദയപ്പലകൾ കഠിനമായി പോയവർ, ഉരുക്കിനേക്കാളും കഠിനമായി പോയവർ. ആ നിലയിലേക്ക് ക്രിസ്ത്യാനി നടപ്പറിച്ചിട്ടുണ്ടോ? 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ദൈവാത്മാവിൻ്റെ ഉപദേശം ആത്മീകമായി വിവേചിച്ച് ഗ്രഹിപ്പാൻ കഴിയാത്ത ഭോഷന്മാരായി എന്ന് ക്രിസ്ത്യാനികൾ തീർന്നിരിക്കുന്നു. ദൈവത്തിലെ ആ പട്ടികയിൽ നീ വരുമോ? നമുക്ക് വീണ്ടും വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയും: അവർ മനസ്സ് കഠിനപ്പെട്ടവരാണ്, എന്ത് കണ്ടാലും പാവബോധമില്ല, കണ്ണുനീരിൻ്റെ അംശമില്ല, മനസ്സരിവില്ല, സ്നേഹമില്ല, ആർദ്രതയില്ല, കരുണയില്ല, കർത്താവിൻ്റെ സ്വഭാവങ്ങളൊന്നും അവരിൽ കാണാനില്ല. ദൈവം ഇതിലേ നീ കർത്താവിനോടുകൂടെ പറഞ്ഞു തരുമോ? നീ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണോ? എന്തെല്ലാം നമുക്ക് തിരുത്താനുണ്ട്? നമുക്ക് വീണ്ടും വായിക്കാം. എഫേസ്യ ലേഖനം 4:18-19. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷവും ദൈവവേദില് നിന്റെ നേരെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുന്നുണ്ടോ? വചനം കിടക്കുന്ന ദൈവവേദില് നീയും ആ ഗണത്തിൽ പെടുമോ? എന്താണ് അപ്പോസ്തലൻ പറഞ്ഞത്? ഹൃദയകാഠിന്യത്താൽ ബുദ്ധി ഇരളടഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നകന്ന് മനസ്സ് മരവിച്ച് അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും ദുഷ്കാമത്തിനും ഏൽപ്പിച്ചവരായി തീർന്നോ ഇന്നത്തെ ക്രിസ്ത്യാനി? വാർത്താമാധ്യമങ്ങളിൽ കാണുന്നതായ വേദനാജനകമായ കാര്യങ്ങൾ ഇതെല്ലാം ഇന്ന് വളരെ വ്യക്തമാണ് നമ്മളെ അറിയിക്കുന്നില്ലേ?
തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഇപ്രകാരം പറയും: ഭക്തിയുടെ വേഷം ധരിച്ചതിൻ്റെ ശക്തി കെടുത്തി വീടുകളിൽ നുഴഞ്ഞു കടന്ന് പാപങ്ങൾ ചുമന്ന് നാനാമോഹങ്ങൾക്കും അധീനരായിരിക്കുന്ന ദുർബല സ്ത്രീകളെ വശീകരിക്കുന്നവരായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇന്ന്? ഈ പറഞ്ഞ വാക്കുകൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ കെടുത്തി വീടുകളിൽ നുഴഞ്ഞു കിടന്ന് പാപങ്ങൾ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായിരിക്കുന്ന ദുർബല സ്ത്രീകളെ വശീകരിക്കുന്നവരായി എന്ന് തീർന്നിരിക്കുന്നില്ലോ. ജനത്തെ നടത്തേണ്ടവർ എത്രയോ ഭയാനകമായൊരു കാഴ്ചയായെന്ന് കാണുന്നത്. യാക്കോബ് ശ്ലീഹ പറയും, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഹൃദയത്തിൽ കയ്പുള്ള കടുത്ത അസൂയയും കലഹവും ഉണ്ടാക്കുന്നവർ ഭൗതികരും പ്രാകൃതരും പൈശാചികരുമാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയും. നിനവയിലേക്ക് പോകണ്ട യോന തർസീസിലേക്ക് പോകുന്ന കപ്പലിൽ കയറി പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് ഉറങ്ങുമ്പോൾ അവിടെ മുഴുവൻ പ്രശ്നങ്ങൾ. കപ്പലാടി ഉലയുന്നു, പ്രകൃതിക്ഷോഭം, കാറ്റും കോളും. എല്ലാവരും എഴുന്നേറ്റിരുന്ന് കരയുകയാണ്. യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് ഉറങ്ങുന്നു. ജാതികൾ വരെ ഇവൻ്റെ മാനസാന്തരത്തിലേക്ക് വരുന്നു. ലോകത്തിൻ്റെ ഗതിവിധികൾ കണ്ട അനേക ജാതികളും ഇന്ന് പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുന്ന കാലം. ക്രിസ്ത്യാനി, നീ ഇന്ന് ഉറക്കത്തിലാണോ? നീ ഇന്ന് ഗാഠനിദ്രയിലാണോ? യോനയെപ്പോലെ നീ ഇറങ്ങുകയാണോ? ആ കപ്പലിലുള്ള ജാതികൾ അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. നീ എന്താ ഇങ്ങനെ ഉറങ്ങുന്നത്? വലിയ അപകടത്തിൽ നാം പെട്ടിരിക്കുകയല്ലേ? എല്ലാവരും നിലവിളിക്കുകയല്ലേ? നീ ആരാണ്? നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകും? ഞാൻ എബ്രായൻ. ഞാൻ കടലും കരയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷിയാണ് ഞാൻ, എബ്രായൻ. ഒരു മടിയുമില്ല പറയാൻ. എൻ്റെ പ്രിയപ്പെട്ടത്, ദൈവ വഴിക്കെതിരായി യാത്ര ചെയ്യുമ്പോൾ പാവപൂർവം പോവും. ആത്മാവിനെ തൊടാൻ നിവൃത്തിയില്ലാതെ വരും. കഠിന ഹൃദയമായി പോവും. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറയും: കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ. ഇന്നത്തെ ക്രിസ്ത്യാനി എങ്ങനെയുള്ളവരാണെന്ന് അപ്പോസ്തലനായ പത്രോസ് അന്നേ പറഞ്ഞു. മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടന്ന് കർത്തൃത്വത്തെ നിന്ദിക്കുന്ന ധിക്കാരികളും തന്നിഷ്ടക്കാരുമായി മഹോന്നതനെ ദൂഷിക്കുന്ന നീതി കെട്ടവരായി എന്ന് ക്രിസ്ത്യാനി തീർന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന വാക്കുകളല്ല, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ വാക്കുകളാണ്. പരിശുദ്ധാത്മ നിറയിൽ പറഞ്ഞതായ വാക്കുകളാണ്. തിരുത്താൻ സമയമായോ? പത്രോസ് 2-ാമത്തെ ലേഖനം തന്നെ 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇപ്രകാരം പറയും: ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ തങ്ങൾ അറിയാത്തതിനെ ദുഷിച്ച് അനീതിയുടെ കൂലി അനുഭവിച്ച് സ്വന്തം വഷളത്വത്തിൽ നശിക്കുന്നവരായി എന്ന് ക്രിസ്ത്യാനി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവര്, അവർക്ക് വേണ്ടിയാണോ ദൈവം സ്വർഗമൊരുക്കിയിരിക്കുന്നത്? ശാന്തമായി ചിന്തിക്കൂ. അത് വിശുദ്ധന്മാർക്കുള്ള സ്ഥലമാണ്. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരായി ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവീയ ഭവനത്തിൽ അർഹരായിരിക്കുന്നവർ അവർ ഭാഗ്യവാന്മാരാണ്. അവർ വിശ്വാസികളാണ്, വിശുദ്ധരാണ്. ദൈവം ഇതിലേ ആ ഗണത്തിൽ ദൈവം നിന്നെ പെടുത്തുമോ? യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയും: ഇരുട്ട് കണ്ണുകുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നുവെന്നറിയാറ് ഇരുട്ടിൽ നടക്കുന്നവരും സഹോദരനെ വെറുക്കുന്നവരുമായി ഇന്നത്തെ ക്രിസ്ത്യാനി തീർന്നിരിക്കുന്നു. എല്ലാം ദൈവം കാണുന്ന കാഴ്ചയാണ്. ഈ തലമുറയിലുമുള്ളവർക്ക് പ്രസക്തമായ ഭാഗങ്ങളാണ്. തിരുത്താൻ സമയമായോ പ്രിയപ്പെട്ടവരെ? യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ദൈവത്തെ കാണാതെയും അറിയാതെയും പാപം ചെയ്ത് ജീവിക്കുന്നവരായി ഇന്നത്തെ ക്രിസ്ത്യാനി തീർന്നിരിക്കുന്നു. ദൈവത്തെ കാണാതെയും അറിയാതെയും ജീവിക്കുന്ന ക്രിസ്ത്യാനി, പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ക്രിസ്ത്യാനി, ഇതാണോ ക്രിസ്ത്യാനി? ഇവരെ ക്രിസ്ത്യാനി എന്നാണോ പറയേണ്ടത്? യൂദായുടെ ലേഖനം 18-19 വാക്യങ്ങളിൽ യൂദാ ശ്ലീഹ ഇപ്രകാരം പറയും: അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും.
എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. സ്തോത്രം. ഭക്തികെട്ട മോഹങ്ങളനുസരിച്ച് നടക്കുന്ന പരിഹാസികളും ഭിന്നതയുണ്ടാക്കുന്നവരും അപ്രാകൃതരും ആത്മാവില്ലാത്തവരുമായി ഇന്നത്തെ ക്രിസ്ത്യാനി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവര്, കൃത്യമായി വചനം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപേ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞതായ സത്യമാണിത്. ഇത് തലമുറ ഈ വേദോസ്തം വായിക്കുന്നില്ലേ? എൻ്റെ കാര്യമാണെന്ന് തിരിച്ചറിയുന്നില്ലേ? തിരിച്ചറിയാൻ മനസ്സുണ്ടോ? തിരുത്താൻ മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവര്, അങ്ങനെയുള്ള മനുഷ്യനെ, പ്രാകൃത മനുഷ്യന് സ്നേഹവാനായ ദൈവം പുറപ്പെടുവിച്ചു. അവർ പുറപ്പെടുന്നതാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. ആ ജനം അവിടെ നിന്ന് പുറപ്പെട്ടു പോന്നു. ഇസ്രായേലിന്റെ പരദേശവാസം 430 വർഷം തികഞ്ഞ അതേ ദിവസം തന്നെ ദൈവം അവരെ പുറപ്പെടുവിച്ചു. ദൈവം വിശ്വസ്തനായി ഇന്നും നിൽക്കുന്നു. നിന്നെ വിടുവിക്കാൻ മനസ്സുള്ളവനായി നിൽക്കുന്നു. സ്തോത്രം. ആബീവ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം വീടിൻ്റെ കട്ടിലക്കാളുകളുടെ മേലും കുറുപിടി മേലും പുരട്ടി അതിൻ്റെ മാംസം തീയിൽ ചുട്ട് അത് പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് കൂടെ ചേർത്ത് ഭക്ഷിച്ച്, എങ്ങനെയാണ് അവർ ഭക്ഷിച്ചത്? അരകെട്ടിയും കാലിൽ ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് തിടുക്കത്തോടെ പെസഹ ഭക്ഷിച്ചു. അവരെ വിടുവിച്ചത് പെസഹ കുഞ്ഞാടാണ്. മോശയല്ല, അഹ്റോനല്ല, വേറെ ഈ ലോകത്തിൽ ഒരു മനുഷ്യരുമല്ല. പെസഹ കുഞ്ഞാട്, ദൈവപൈതല്. ലക്ഷക്കണക്കിന് ഇസ്രായേൽ പാളയങ്ങളുണ്ട്. ആ പാളയങ്ങളുടെ വാരക്കലെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട് ഓരോ കുഞ്ഞാടിന്. പെസഹ കുഞ്ഞാട്. കുഞ്ഞാടുകളെ നല്ല പറഞ്ഞിരിക്കുന്നത്. പെസഹ കുഞ്ഞാട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെസഹ കുഞ്ഞാട്. ലക്ഷക്കണക്കിന് കുഞ്ഞാടുകൾ അന്ന് കൊല്ലപ്പെട്ടു. പക്ഷേ പെസഹ കുഞ്ഞാട് ദൈവപൈതല് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റി തരുവാൻ, ഫറവോന്റെ അടിമത്തിൽ തന്നെ വിടുവിപ്പാൻ, നീ എത്ര ശ്രമിച്ചിട്ടും നിവൃത്തിയില്ലാതെ നീ നിലവിളിച്ചതായ ആ മിസ്രൈമിൽ നിന്നെ വിടുവിപ്പാൻ പെസഹ കുഞ്ഞാട് ഇറക്കപ്പെട്ടു. അവൻ്റെ രക്തത്താൽ നീ എന്നെ വിടുവിച്ചു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ ഭൂമിയിൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? പ്രിയപ്പെട്ടവര്, അരമുറുക്കിയും കയ്യിൽ വടിപിടിച്ചും തിടുക്കത്തോടെ ഭക്ഷിക്കണം. അവൻ ഇവിടെ നിൽക്കേണ്ടവനല്ല. എങ്ങനെയാണ് കഴിക്കേണ്ടത്? പെസഹ കുഞ്ഞാടിൻ്റെ മാംസം തീയിൽ ചുട്ട് ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചീരയോടും കൂടെ കഴിക്കണം. വിശാലമായ അർത്ഥമുണ്ട്. ഈ ലോകം നമുക്കുള്ളതല്ല. ഇത് പരദേശവാസമാണ്. ഇത് അന്യദേശമാണ്. ഇവിടെ നമുക്കൊന്നുമില്ല. ഇവിടെ എനിക്ക് സമ്പത്തില്ല. ഇവിടെ എനിക്ക് വീടില്ല. ഇവിടെ വെറും ടെൻറ്റ് മാത്രം, കൂടാരങ്ങൾ മാത്രം. ഞാൻ പുറപ്പെടേണ്ട സമയം നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം അവരെ പുറപ്പെടുവിക്കുകയാണ്. അവർ പുറപ്പെടുകയാണ്. ആരാണ് അവരെ പുറപ്പെടുവിച്ചത്? ദൈവമെതിരെ. നീ ആയിരുന്ന മ്ലേച്ഛകരമായ അവസ്ഥയിൽ നിന്നെ വിടുവിച്ചത് ആരാണ്? നിനക്ക് വിടുതൽ തന്നത് ആരാണ്? കുഞ്ഞാടിൻ്റെ തിരുരക്തം. പെസഹാടിൻ്റെ തിരുരക്തം. തിരുരക്തമാണ് കുറുമ്പടി മേലും കട്ടറപ്പാൽ മേലും പുരട്ടിയത്. അതേ തിരുരക്തമാണ് സ്നാന സമയത്ത് നിന്റെ മേൽ, നിന്റെ നെറ്റിമേലും പുരട്ടിയത്. അതേ ആത്മാവിൻ്റെ അഭിഷേകമാണ് ദൈവം നിനക്ക് തന്നത്. നീ അഭിഷേകം പ്രാപിച്ചവനാണ്. നീ രക്ഷിക്കപ്പെട്ടവനാണ്. നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്. നീ സ്വർഗത്തിൻ്റെ വിളിക്ക് യോഗ്യനാണ്. ദൈവം നിന്നെ വിളിച്ചതാണ്, നിന്നെ തിരഞ്ഞെടുത്തതാണ്. അർഹലമ ബോധ്യമുണ്ട്. ദൈവജനമേ, ദൈവം കണ്ട ദൈവവേദിലേ, ദൈവം വിളിച്ച് വേദനിച്ച ദൈവവേദിലേ, ഈ അന്ത്യകാല തലമുറയുടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നിനക്ക് തന്ന് നിന്നെ നടത്താൻ മതിയായവനായ ദൈവം അവൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ജീവിതം ആരെല്ലാം ഇപ്പോൾ കൊടുക്കും? എന്നെ ജീവിതം ആരെല്ലാം കൈമാറും? ഇപ്പോൾ ദൈവത്തോട് ആരെല്ലാം വാക്ക് പറയും? ഇതുവരെയും വന്നുപോയ പാപങ്ങൾ എത്ര ഭയാനകങ്ങളാണെങ്കിലും ദൈവം പാപിയെ സ്നേഹിക്കുന്നു. ദൈവം പാപത്തെ വെറുക്കുന്നു. ഞാൻ നീതിമാന്മാരെ എല്ലാ പാപികളെ രക്ഷിപ്പാനായി വന്നിരിക്കുന്ന നല്ല ചെയ്തവനായ ദൈവം കൃപയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ട് ഈ കൃപായുഗത്തിൽ ഓരോ പാപിയെയും വിളിക്കുന്നു. ഓരോ കൊടും പാപിയെയും വിളിക്കുന്നു. ഓരോ പ്രാകൃത മനുഷ്യനെയും വിളിക്കുന്നു. പ്രാകൃത അവസ്ഥയിൽ നിന്ന്, മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം തൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ആ ജനത്തെ വഴിനെടുത്തത്, ഇസ്രായേലത്തെ വഴിനെടുത്തത് ദൈവമാണെങ്കിൽ അതേ ദൈവം നിന്നെയും വിളിക്കുന്നു. നമുക്ക് അരികിലേക്ക് ചെല്ലാം. അവൻ്റെ മുറിച്ച കരങ്ങളിലേക്ക് നമുക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് അവനോടൊരു വാക്ക് പറയാം. കർത്താവേ, എന്നേക്കുമായി പാപത്തെ വേർത്തുപേക്ഷിച്ചുകൊണ്ട് ഇനി മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് പോവുകയില്ല എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവേ, കൃപായുഗമാകയാൽ നീ എന്നെ തള്ളിക്കളയരുതേ. എൻ്റെ കടയുടെ ബഹുത്വപ്രകാരം എന്നോട് മനസ്സറിയണമേ. എൻ്റെ ലംഘനങ്ങളെ മായിക്കണമേ. തിരുരക്തത്തെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ.
ശത്രുവിന് സ്വല അവകാശത്തെ ഞങ്ങൾ നയിക്കണമേ. ഞങ്ങൾ നിന്റെ സ്വന്തമാക്കി തീർക്കണമേ. ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ തരണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരും ഒരുക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.